പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്രാവശ്യം വലിയൊരു യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് എവിടെയാണ്, എങ്ങോട്ടാണ് എന്നൊക്കെ പിന്നീട് കാണിച്ചു തരാം. എന്നത്തെയും പോലെ കപ്പലിൽ തന്നെയാണ് ഇന്നത്തെയും നമ്മുടെ യാത്ര തുടങ്ങുന്നത്. ഈ കപ്പൽ ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തിയിൽ നിന്നും അഗത്തി ദ്വീപ് വഴിയാണ് കൊച്ചിയിലേക്ക് പോകുന്നത്. കൊച്ചിയിലെത്താൻ മിക്കവാറും നാളെ വൈകുന്നേരം ആകും. ഇതിനു മുമ്പും പല വീഡിയോകളിൽ ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ യാത്രയും കപ്പലിലെ കാഴ്ചകളും കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഡീറ്റെയിൽസ് ആയിട്ട് കപ്പൽ കാണിക്കുന്നില്ല. കപ്പലിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെയും യാത്ര ചെയ്യുന്നവരുടെയും ശ്രദ്ധയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്തുകയാണ്. ഇത് ഏതെങ്കിലും ദ്വീപുകാരെയോ ഏതെങ്കിലും ആളുകളെയോ കുറ്റം പറയാൻ വേണ്ടി പറയുന്നത്. ഞാൻ പറയുന്നത് കേട്ട് ആർക്കെങ്കിലും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് എന്റെ പ്രശ്നമല്ല. പറഞ്ഞുവരുന്നത് ഇത്രമാത്രമാണ്: ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്ന കപ്പലുകളിൽ ഇപ്പോൾ മോഷണം വളരെ കൂടുതലാണ് പതിവാണ്. നിങ്ങളുടെ സാധനങ്ങൾ, മൊബൈലുകൾ, വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടെ വളരെ സൂക്ഷ്മതയോടെ കൂടി കൈകാര്യം ചെയ്യണം. കപ്പലിൽ നിന്ന് നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ആരെങ്കിലും മോഷ്ടിക്കപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. ലക്ഷദ്വീപിലേക്കുള്ള കപ്പലുകളിൽ ഏറ്റവും കൂടുതൽ മോഷണങ്ങൾ നടക്കുന്നത് ഇന്റർ ഐലൻഡ് സർവീസ് നടത്തുന്ന സമയത്താണ്. പ്രത്യേകിച്ചും കപ്പലിൽ ഏറ്റവും കൂടുതൽ മോഷണങ്ങൾ നടക്കുന്നത് കപ്പൽ ഈസ്റ്റേൺ സൈഡ് ജെട്ടിയിൽ അടുക്കുന്ന ദ്വീപുകളിലാണ്. കപ്പൽ ഈസ്റ്റേൺ സൈഡ് ജെട്ടിയിൽ അടുപ്പിച്ചതിനു ശേഷമാണ് കൂടുതലും മോഷണങ്ങൾ നടക്കാറുള്ളത്. ഈ യാത്രയിൽ തന്നെ ഒരു യാത്രക്കാരന്റെ ഐഫോൺ ആണ് മോഷണം പോയിരിക്കുന്നത്. ഇത് മാത്രമല്ല, എനിക്ക് അറിയാവുന്ന എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, അവന്റെ പരിചയക്കാരുടെ 6 പവന്റെ അടുത്ത് സ്വർണമാണ് കപ്പലിൽ നിന്ന് മോഷണം പോയത്. ഇതിനു പുറമെ വേറെയും ഒരുപാട് മോഷണ കഥകൾ ഉണ്ട്. എന്നെക്കാളും കൂടുതൽ ഇത് കാണുന്ന നിങ്ങളിൽ പെട്ട പലർക്കും അറിയാം എന്നും എനിക്കും അറിയാം. പിന്നെ എന്താ, മോഷണം പോയാൽ കംപ്ലൈന്റ് ചെയ്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കപ്പലുകളിൽ നടന്നുവരുന്ന മോഷണം നിർത്താൻ വളരെ എളുപ്പമാണ്. അധികാരികൾ ഒന്ന് മനസ്സുവെച്ചാൽ മാത്രം മതി. കപ്പലിലുള്ള എല്ലാ CCTVയും ക്യാമറകളും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കപ്പൽ ഏത് ദ്വീപിലേക്ക് അടുക്കുമ്പോഴും തോന്നിയതുപോലെ ആർക്കും വന്നു കയറാൻ പറ്റുന്ന അവസരം കൊടുക്കാതിരിക്കുക. നാട്ടുകാരും നാട് കാണാൻ വന്നവരും തോന്നിയത് പോലെയാണല്ലോ നമ്മുടെ കപ്പലുകളിൽ കപ്പൽ ദ്വീപിലേക്ക് അടുക്കുമ്പോൾ കയറി ഇറങ്ങുന്നത്. ഇത് നിർത്തലാക്കണം. യാത്രക്കാർ അല്ലാത്ത ആരെയും കപ്പൽ ബർത്ത് ചെയ്തിരിക്കുന്ന ജെട്ടിയിലേക്ക് കപ്പലിലേക്ക് കയറ്റരുത്. ഇത് കർശനമായി നടപ്പിലാക്കിയാൽ തന്നെ ഒരു പരിധിവരെ കപ്പലിലുള്ള മോഷണങ്ങൾ തടയാൻ പറ്റും. കപ്പൽ കൊച്ചിയിൽ വന്ന് അടുക്കുമ്പോൾ യാത്രക്കാരെ ഇറക്കാൻ കൊച്ചിയിൽ നിന്നും ആരും കപ്പലിലേക്ക് വരാറില്ല. നമ്മൾ കൊച്ചിയിൽ വന്നിറങ്ങുമ്പോഴും അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നും കപ്പൽ കയറുമ്പോഴും യാത്രക്കാരില്ലാത്ത ആരെയും കപ്പലിലേക്ക് കയറ്റാറില്ലയോ? കയറുമ്പോൾ ഉള്ള അതേ സാധനം കൊണ്ട് തന്നെയല്ലേ നമ്മൾ ദ്വീപിലേക്ക് ഇറങ്ങുന്നതും? പിന്നെ ഇവിടെ മാത്രം എന്തിനാണ് യാത്രക്കാരില്ലാത്ത ആളുകളെ കപ്പലിലേക്കും കപ്പലിന്റെ അടുത്തേക്കും പോകുവാൻ അനുവദിക്കുന്നത്? ഇങ്ങനെ യാത്രക്കാർ അല്ലാത്തവരെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കപ്പലിലേക്കും കപ്പലിന് അടുത്തേക്കും ജെട്ടിയിലേക്കും പോകുവാൻ അനുവദിക്കുന്നതുകൊണ്ടാണ് കപ്പലിൽ മോഷണങ്ങൾ പതിവാകുന്നതും മോഷണം കൂടുതലാവുന്നത്. ഇനിയെങ്കിലും ഈ ഒരു പ്രവണത അവസാനിപ്പിക്കേണ്ടതാണ്. യാത്രക്കാർ അല്ലാത്തവരെ, ടിക്കറ്റ് ഇല്ലാത്തവരെ യാതൊരു കാരണവശാലും കപ്പലിലേക്ക് കയറുവാൻ അനുവദിക്കരുത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ദ്വീപുകാരെയോ ഏതെങ്കിലും ആളുകളെയോ കുറ്റം പറയാൻ വേണ്ടിയല്ല. കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും ഇന്നില്ലെങ്കിൽ നാളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. നഷ്ടപ്പെട്ടവർക്കാണ് നഷ്ടപ്പെട്ടതിന്റെ വില അറിയുകയുള്ളൂ. ദ്വീപുകാരെ മൊത്തം കുറ്റം പറയാൻ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത്. പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഒരുപാട് മാറി. ലക്ഷദ്വീപിലെ ആളുകളും ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, യാത്ര ചെയ്യുന്നവർ അവരുടെ മൊബൈലുകൾ, അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ വളരെ സൂക്ഷ്മതയോടെ കൂടി കൈകാര്യം ചെയ്യുക. നഷ്ടപ്പെടാതെ വിധം സുരക്ഷിതമാക്കി വയ്ക്കുക. അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന 1-2 അനൗൺസ്മെന്റുകളിൽ അത് ഒതുങ്ങിപ്പോകും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും ദ്വീപുകാരെയോ ഏതെങ്കിലും ആളുകളെയോ കുറ്റം പറയാൻ വേണ്ടിയല്ല. കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും ഇന്നില്ലെങ്കിൽ നാളെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. നഷ്ടപ്പെട്ടവർക്കാണ് നഷ്ടപ്പെട്ടതിന്റെ വില അറിയുകയുള്ളൂ. ദ്വീപുകാരെ മൊത്തം കുറ്റം പറയാൻ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത്. പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ ലക്ഷദ്വീപ്. ലക്ഷദ്വീപ് ഒരുപാട് മാറി.
ലക്ഷദ്വീപിലെ ആളുകളും ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു. യാത്ര ചെയ്യുന്നവർ അവരുടെ മൊബൈലുകൾ, അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ വളരെ സൂക്ഷ്മതയോടെ കൂടി കൈകാര്യം ചെയ്യുക. നഷ്ടപ്പെടാതെ വിധം സുരക്ഷിതമാക്കി വയ്ക്കുക. അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്ന ഒന്നോ രണ്ടോ അനൗൺസ്മെന്റുകളിൽ അത് ഒതുങ്ങിപ്പോകും. ഇനി കുറച്ച് വേറിട്ട കാഴ്ചകൾ കാണിച്ചുതരാം. ഇവരൊക്കെ ലക്ഷദ്വീപ് ഗവൺമെന്റിന്റെ പ്രോഗ്രാമിനു വേണ്ടി ഇന്ത്യയുടെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് വന്നവരാണ്. രാത്രി ഭക്ഷണവും കഴിഞ്ഞ് എല്ലാവരും കപ്പലിനും മുകളിൽ ഒത്തുകൂടിയതാണ്. ദ്വീപിൽ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ദ്വീപക്കാരായ യാത്രക്കാർ അവരുടെ ഈ കലാപരിപാടികൾ കണ്ടു നിൽക്കുന്നുണ്ട്. നിങ്ങളും കണ്ടു നോക്കൂ. ഇവരെപ്പോലെ ഗ്രൂപ്പുകളായി ദ്വീപ് കാണാൻ വരുന്ന സഞ്ചാരികളും ഇങ്ങനെ കപ്പലിൽ പാട്ടും ഡാൻസും ഒക്കെയായി കപ്പലിന് മുകളിലെ തട്ടിൽ ഒത്തുകൂടാറുണ്ട്. രാത്രി ഏറെ വൈകിയും കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കും.